നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ രണ്ട് വിശിഷ്ട അതിഥികളുണ്ട്. ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ജൈനമ്മ യോഹന്നാനും. MGM ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകുന്ന MGM ഗ്രൂപ്പിൻ്റെ സാരഥിയാണ് അദ്ദേഹം. സർ, നമസ്തേ. പ്രോഗ്രാമിലേക്ക് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള മുഖവുരയും ആവശ്യമില്ല എന്ന് തന്നെയാണ്. എളിയ രീതിയിൽ ജീവിതം തുടങ്ങി വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്രമായ സംഭാവനകളാണ് സാർ നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ മേഖല തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം സാറിന് വേറെ മേഖലകളിലേക്ക് കടക്കാമായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം എന്ന മേഖലയിലാണ് സാർ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ളത്. കുട്ടികളെ കാണുന്നത് ഒരു എനർജിയാണ്. അവരോട് സംസാരിക്കുന്നത്, അവരുമായിട്ട് ഇടപെടുമ്പം കിട്ടുന്ന ഒരു സുഖം. എനിക്ക് കുട്ടികളെ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ ഈ സ്കൂള് കോളേജും എല്ലാം ഇപ്പം നടത്തുമ്പോഴും 1994 ഞാൻ ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും എല്ലാ നോട്ടീസിലൊക്കെ എഴുതി വെച്ചതാണ് നോ ഡൊണേഷൻ നോ ക്യാപിറ്റേഷൻ. വിദ്യാഭ്യാസത്തിനെ കച്ചവടമായിട്ട് ഞാൻ ഒരിക്കലും ലിങ്ക് ചെയ്തിട്ടില്ല. കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഒരു വീതം കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെ രംഗത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഒരു പ്രോജക്റ്റും ഒരു സ്കൂളും മേടിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല. കഴിഞ്ഞ വർഷം 25-26 ഞാൻ 3 സ്കൂള് ഞാൻ ആഡ് ചെയ്തു. ഞാൻ ഒറ്റ ഒരെണ്ണം പോലും മേടിക്കാൻ പോയതല്ല. ഇവരെല്ലാം എനിക്ക് കൊണ്ടുതരിക. ഇതൊരു അധ്യാപികയായിരുന്നു. അപ്പം ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒരു അധ്യാപികയ്ക്കായിരിക്കും. അപ്പം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സാറിനോട് പറയാറുണ്ടോ? നല്ല കാര്യങ്ങൾക്ക്. കാരണം സമൂഹത്തിൽ കുറേ കുട്ടികൾ നല്ല സിറ്റിസൻസിനെ വാർത്തെടുക്കാൻ വേണ്ടിയാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. അത് അത്രയും 100% അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അക്കാഡമിക്ക് മാത്രമല്ല, പിന്നെ അവരുടെ ഫാമിലിയിൽ എങ്ങനെ, പേരൻസിനോട് എങ്ങനെയാണ്, ഗ്രാൻഡ് പേരൻസിനോട് ക്ലാസ്സിൽ ചെന്നാൽ ചോദിക്കുന്നത് അതാണ്, നിങ്ങൾക്ക് എത്ര ഗ്രാൻഡ് പേരൻസ് ഉണ്ട്? എൻ്റെ കുട്ടികളും വേറെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഒന്നും കാണാത്ത കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയതൊരു അർപ്പൺ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ എങ്ങനെ കുട്ടികൾ അവനവൻ്റെ പേരൻസിനെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ അത് നമ്മൾ, കാരണം മീൻസ് ആ ഒരു ദിവസം ഈ പേരൻസും കുട്ടികളും കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പുതിയതായി വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ അർപ്പണ പോലെയുള്ള കാര്യങ്ങൾ കുടുംബത്തെ കൂടുതൽ, ആ ബന്ധങ്ങളെ, കുട്ടികളെ ഊട്ടിയുറപ്പിക്കുകയാണ്. MGM ചെയ്യുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് കൂടി ഉതകുന്ന തരത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പേരൻസിനോടൊപ്പം കുഞ്ഞുങ്ങളാകി ജീവിക്കുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ ഇഷ്യൂ. കുട്ടികൾ വളരുന്നത് അനുസരിച്ച് പേരൻസ് വളരുന്നില്ല. ഇത് ഈ കുട്ടിക്ക് ബോധ്യപ്പെടുമ്പോൾ അച്ഛനെയും അമ്മയും അവൻ അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ വരും. അവർ 15 വയസ്സുള്ള ഒരു കുട്ടിയെയും അവർ കാണുന്നത് 5 വയസ്സുള്ള അവനെ കാണുന്ന രൂപത്തിലാണ് ഈ കുട്ടിയെ കാണുന്നത്. കുട്ടി വളരുന്നതനുസരിച്ച് പേരൻസും വളരണം. അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു ചാരിറ്റി സംഘടനയുണ്ട്, മമ്മൂട്ടി അത് ലീഡ് ചെയ്യുന്നത്, ഞാനതിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പോൾ ഒരു 200 കുട്ടികൾക്കടുത്ത് എല്ലാ വർഷവും നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, 1 രൂപ പോലും മേടിക്കാതെ.